രാജ്യത്ത് BJP തോറ്റ 32 സീറ്റുകളിൽ കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെടുകയാണ് BJPയുടെ പ്രവർത്തകർ, നേതാക്കളും ഒക്കെ തന്നെ. അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഈ 32 സീറ്റുകൾ എന്ന് പറഞ്ഞാൽ അതിലേതാണ്ട് 20 സീറ്റിന് മുകളിൽ തോറ്റത് കേവലം 5000 വോട്ടിന് താഴെയായിരുന്നു. അതായത് 2000 മുതൽ 5000 വോട്ടുകൾക്ക് താഴെ തോറ്റതാണ് 20 സീറ്റുകൾ, 21 സീറ്റോളം വരുന്നത്. ബാക്കിയുള്ള സീറ്റുകൾ തോറ്റത് തിരുവനന്തപുരവും തിരുപ്പതിയും അടക്കം തോറ്റത് ഏതാണ്ട് 15000 വോട്ടുകൾക്കാണ്. അതായത് പ്രവർത്തകർ ഒന്ന് ഉത്സാഹിച്ചിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ നിസ്സാരമായി തന്നെ ഈ 32 സീറ്റുകളും കയ്യിൽ ഇരിക്കുമായിരുന്നു എന്നുള്ളതാണ് BJPയുടെ പ്രവർത്തകരെ ഏറെ ചിന്തിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം. ഏതായാലും ഇനി പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ല. കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ BJPയുടെ ചില ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ ചെയ്ത കാര്യങ്ങൾ അവർക്ക് നേട്ടം ആണ് സമ്മാനിച്ചതെന്നാണ് മറ്റൊരു കണക്ക് വരുന്നത്. 132 സിറ്റിംഗ് MPമാരെയാണ് BJP മാറ്റിയത്. സിറ്റിംഗ് MPമാർക്ക് സീറ്റ് കൊടുത്തില്ല. അത് ഫലം ചെയ്തു. ആ 132 ഇടത്തും മത്സരിച്ചതിൽ 95 സീറ്റും നേടാൻ BJPക്ക് കഴിഞ്ഞു. ഒരുപക്ഷെ ആ 132 പേർ മത്സരിച്ചിരുന്നെങ്കിൽ വലിയ പരാജയം സംഭവിക്കുമായിരുന്നു. പക്ഷേ അവരെ മാറ്റി, അവസാന നിമിഷത്തിൽ അവരെ മാറ്റി പുതിയ ആളുകളെ അവിടെ മത്സരിച്ചപ്പോൾ 95 സീറ്റിലും ജയിക്കാൻ കഴിഞ്ഞു. ഏതായാലും ഈ 32 സീറ്റിൽ പെടുന്ന മണ്ഡലങ്ങളിൽ നമ്മുടെ തിരുവനന്തപുരം ഉണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. പക്ഷേ മറ്റൊരു കാര്യം, ഈ 32 സീറ്റുകളും ഈ നിസാര വോട്ടിന് തോറ്റുപോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പാർട്ടി പ്രവർത്തകരുടെ ഒരു വികാരമുണ്ടാകും, ഇല്ലെങ്കിൽ അവിടുത്തെ നേതാക്കളുടെ ഒരു വികാരമുണ്ട്. അതായത് കുറച്ചുകൂടി ശക്തമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ, നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ അവിടുത്തെ BJP നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആയിരുന്നു എങ്കിൽ നമുക്ക് ജയിക്കാമായിരുന്നു എന്ന്. ഏതായാലും ഇതൊരു പാഠമാകണം ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ എങ്കിലും. ഇല്ല എങ്കിൽ ഈ സീറ്റുകളുടെ എണ്ണം ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.